വില്ലന്മാരെ നെഞ്ചിലേറ്റി ആരാധിക്കുന്ന ഒരു ജനറേഷനാണ് 2K കിഡ്സ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മലയാള സിനിമയിലെ മിക്ക നായക കഥാപാത്രങ്ങൾക്കും വേണ്ടുവോളം വില്ലത്തരങ്ങളുണ്ട് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഏത് ജനറേഷൻ്റെയും പ്രിയ നടനായിട്ടുള്ള മമ്മൂട്ടിയെ പോലുള്ള നടന്മാർ അവരുടെ സ്റ്റൈലും അവരുടെ ഫാഷനും അവരുടെ ഡയലോഗും അവരുടെ ക്യാരക്ടറും എല്ലാം നമ്മൾ പലപ്പോഴായിട്ട് അനുകരിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്നാൽ മമ്മൂട്ടി എന്ന നടൻ ഈയിടെ ചെയ്യുന്ന മിക്ക കഥാപാത്രങ്ങളും ഗ്രേ ഷെയ്ഡഡ് ആണ് എന്നുള്ളത് ഏറെ ആശങ്കയുണ്ടാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇനി വരാനിരിക്കുന്ന കളങ്കാവൽ എന്ന സിനിമയിൽ അദ്ദേഹം വില്ലനായിട്ടാണ് അഭിനയിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ആശങ്ക. സയനൈഡ് മോഹൻ എന്ന കൊടൂര വില്ലനായിട്ടാണ് വിനായകൻ നായനാവുന്ന ഈ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തു വന്ന് മമ്മൂക്കേനി റിപ്പർ ചന്ദ്രനായിട്ട് അഭിനയിക്കുക എന്നുള്ളതാണ് നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു കാര്യം. എന്തു തന്നെയായാലും മലയാള സിനിമക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ നന്മയുടെ വസന്തകാലം, അതായത് നന്മ നിറഞ്ഞ കഥാപാത്രങ്ങളും നന്മ നിറഞ്ഞ കഥയുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പരിപൂർണ മലയാളിത്വമുള്ള സിനിമകൾ അത് വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.